എല്ലാ കുടുംബാംഗങ്ങളെയും വിദേശത്തും വിദൂരങ്ങളിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കൂടി സമർപ്പിച്ചുകൊണ്ട്, രോഗികളായ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, ഇന്ന് ബലിയിൽ പങ്കെടുക്കാതെ ഏവരെയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ദൈവകൃപ യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെയാണ് ചേടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങേ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കു തെല്ലും ദൈവമാണെൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവെഴും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാലങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിപ്പാടിടുവിൻ.
പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 4-ാം അധ്യായം 6 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. എന്തെന്നാൽ മിശിഹായിൽ മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ മിശിഹായെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. നിങ്ങൾ മിശിഹായ്ക്കുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളും. ഇതാണ് ഞാൻ പറയുന്നത്: പിന്തുടർച്ച അവകാശി എല്ലാറ്റിൻ്റെയും ഉടമയാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ചതുവരെ അവൻ രക്ഷാകർത്താക്കന്മാരുടെയും കാര്യസ്ഥന്മാരുടെയും കീഴിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ നിയമത്തിന് അധീനനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചു. അത് അവൻ നിയമത്തിന് അധീനരായവരെ വീണ്ടെടുക്കാനും അതുവഴി നമുക്ക് ദത്തുപുത്രസ്ഥാനം ലഭിക്കാനുമാണ്. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവത്താൽ അവകാശിയുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ. ഇതു ജീവൻ നൽകും വചനം, ദൈവവചനം. ഇതു ജീവൻ നൽകും വചനം, ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2
1 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസർ എന്നൊരു കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയൂസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആദ്യത്തെ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കുവാനായി ഓരോരുത്തരും താതാങ്ങളുടെ പട്ടണങ്ങളിലേക്ക് പോകണമായിരുന്നു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടൊപ്പം യാത്രയായി. പോകും വഴി അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽപുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം അവർക്ക് സത്രത്തിൽ ഇടം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുക്കിലെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ ഭയപ്പെട്ടു. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് ഒരു സ്വർഗീയ സൈന്യവ്യൂഹം ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷങ്ങളിൽ ആദ്യത്തെ 2 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ അടയാളങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് മറിയത്തിന് ദൈവദൂതൻ നൽകുന്ന അടയാളം. ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വൃദ്ധയായിരിക്കുന്ന അവൾക്ക് 6-ാം മാസമാണ്. ഇന്ന് സുവിശേഷത്തിൽ വീണ്ടും നമ്മൾ വായിച്ചപ്പോൾ ഒരു അടയാളം ഇടയന്മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. യേശുവിനെ കാണാൻ വന്ന പൂജരാജാക്കന്മാർക്ക് അവൻ അടയാളം കൊടുത്തു. ഇതാണ് അടയാളം. കിഴക്ക് ഒരു നക്ഷത്രം നിങ്ങൾക്കായിട്ട് ഉണ്ടാകും. ആ അടയാളത്തെ നോക്കി നിങ്ങൾ യാത്രയാകണം. പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ പല അടയാളങ്ങൾ, പല വ്യക്തികളുടെ, പല സാഹചര്യങ്ങളുടെ, പല സംഭവങ്ങളുടെ രൂപത്തിലൊക്കെ ദൈവം നൽകുമ്പോൾ ഈ അടയാളത്തെ തിരിച്ചറിയുവാനും, നക്ഷത്രത്തെ നോക്കി അവർ യാത്രയായെന്നും, എന്നാൽ ഒരു രാജകുമാരനെ പ്രതീക്ഷിച്ച് കടന്നു വന്ന മറ്റൊരു 3 രാജാക്കന്മാർ അവർ കടന്നുപോയി ഒരു രാജകൊട്ടാരത്തിൽ, പ്രത്യേകിച്ചും അന്നത്തെ രാജാവായ ഹെറോദസിന്റെ മകനായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തിയെ അന്വേഷിച്ച് അവർ രാജകൊട്ടാരത്തിലേക്ക് പോയപ്പോൾ ആ അടയാളം അവർക്ക് നഷ്ടപ്പെട്ടു. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വീണ്ടും അവർ തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി അവർ തങ്ങളുടെ പഴയ വഴിയെ തിരിയാൻ ഉണ്ണിയേശുവിനെ തെരഞ്ഞ് യാത്രയാകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും നക്ഷത്രം അവർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന മറ്റു സംഭവങ്ങൾ, എൻ്റെ അടുത്ത് സംഭവിക്കുന്ന പല സംഭവങ്ങളും എനിക്കും ഒരു കൈചൂണ്ടിയാണെന്നും എൻ്റെ ജീവിതത്തിലെ മാറ്റം വരുത്താനും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള അടയാളങ്ങളാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കണം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്നേറ്റു പറയാം. ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിനീതരായ ആട്ടിടയരെയും വിജ്ഞാനികളായ ശാസ്ത്രജ്ഞരെയും ദിവ്യശിശുവിൻ്റെ സവിധത്തിലേക്ക് നയിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തൻ്റെ തിരുകുമാരൻ്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപം മൂലം അടയ്ക്കപ്പെട്ട പറുദീസായുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരം എടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയസുതനെ അയച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവിടുത്തെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു.
ദാസന്റെ വേഷം ധരിച്ച് കാൽ തൊഴുത്തിൽ പിറന്ന ദിവസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഉയർത്തുന്ന ഈ ഗോതമ്പപ്പത്തോടും മുന്തിരിച്ചാറിനോടും ഒപ്പം ക്രിസ്തുവാകുന്ന സമ്മാനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സമ്മാനങ്ങളായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ബലിവേദിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വിദൂരങ്ങളിലും വിദേശങ്ങളിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന എല്ലാവരെയും ഈ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം സമർപ്പിക്കുന്നു. ഈ പിറവിക്കാലത്തിൽ ഉണ്ണിയേശുവിൻ്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നാഥനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. എന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിരുന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ.
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാവട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അത്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രൂമന്മാരുടെ സ്നാപ്യന്മാരുടെ ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന 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 ഓശാന. മാലാഖ വൃന്ദങ്ങൾ പാടിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാ സർവാധിനാഥൻ പരിശുദ്ധൻ. മാലാഖ വൃന്ദങ്ങൾ പാടിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാ സർവാധിനാഥൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ വാണിടുന്നതാം സർവശക്തനാം സൃഷ്ടാവിനെ മണ്ണിലേവരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ശാന. ഉന്നതങ്ങളിൽ വാണിടുന്നതാം സർവശക്തനാം സൃഷ്ടാവിനെ മണ്ണിലേവരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ശാന. ഓശാന 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 ഓശാന.
അവിടെ തന്നെ സൂര്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇതാ പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയെ, എന്റെ ദൈവമേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇതാ പാപമോചനത്തിനായി അനേകർക്കായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയെ, എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ഹൃദയോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാതലവനും പിതാവുമായ കർദിനാൾ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറാനിയുടെ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ സഹോദരർക്ക് വേണ്ടിയും മരണം മൂലം അങ്ങേ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട
ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പൂർവികർക്കും വേണ്ടിയും പ്രത്യേകമായ ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ ഭവനങ്ങളിലും വിദൂരങ്ങളിലും വിദേശങ്ങളിലുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ തിരുനാൾ ആഘോഷിക്കാൻ കഴിയാതിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടിയും പ്രത്യേകിച്ചും എല്ലാ രോഗബാധിതർക്ക് വേണ്ടിയും യേശുവിനെ അറിയാത്ത എല്ലാ മക്കൾക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങേ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവെഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതാ ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടേർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങേ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, ഈശോമിശിഹായ അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വാരൊളിയിൽ വെൺമേഘ ചിറകിൽ ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂവിൽ. ഈശോ മിശിഹാ ആഗതനാകുന്നു ഭൂവിൽ. ഇന്നീ അൾത്താരയിൽ സ്നേഹ കൂദാശയിൽ വാഴും നാഥാ, ആരാധനാ സ്തോത്രമേക വാഴും നാഥാ, ആരാധനാ സ്തോത്രമേക. നമ്മുടെ കർത്താവേ, ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാത്രങ്ങളോടെ സമീപിക്കാം. അനിതാബ്ദുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നടുമനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. നീക്കുമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഒരു നിമിഷം നമ്മുടെ മനസ്സുകളെ ഏകാഗ്രമാക്കാം. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ഉള്ളിലേക്ക് ഈശോ കടന്നു വരാൻ പോകുമ്പോൾ ഉണ്ണിയേശു എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്ന രാജാവായി സകല ജനത്തിലും വേണ്ടിയിട്ടുള്ള സ്വദ്വാർത്ത നൽകിയ രക്ഷകനായി കടന്നു വരണമെങ്കിൽ നമ്മുടെ ഹൃദയം നിർമ്മലമാകണം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം നിറഞ്ഞ വ്യക്തിത്വങ്ങളായി ഞങ്ങളെ മാറ്റണമേ എന്നും ഈശോവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എന്നും ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈശോ പഠിപ്പിച്ച സ്വർഗീയ പിതാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ലോകത്തെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗത്തെ ഭൂമിയായി രമ്യപ്പെടുത്തുകയും ചെയ്ത മിശിഹായേ, നീ അനുഗ്രഹീതനാകുന്നു. നിന്നെ അയച്ച പിതാവിനെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ തരിച്ച രക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളാക്കി തന്ന നിന്റെ കാരുണ്യത്തിന് പറയുവാൻ ഞങ്ങൾ അശക്തരാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാ തലമുറകളും അങ്ങയുടെ പ്രവർത്തികൾ ഉദ്ഘോഷിക്കുകയും അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ മിശിഹായുടെ തിരുശരീരങ്ങൾ സ്വീകരിക്കാം. മിശിഹായുടെ തിരുശരീരം കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്നും വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ അറിയപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ പ്രിയനെ, അങ്ങ് എപ്പോൾ എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമേ. പരിശുദ്ധാത്മ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മനുഷ്യ സങ്കല്പങ്ങൾക്കും അതീതമായി ദൈവപുത്രനായ അങ്ങ് ശിശുവായ ഒരു പുൽത്തൊട്ടിയിൽ പിറന്നുവല്ലോ. ഞങ്ങൾ അർപ്പിച്ച ബലിയിൽ അവിടുന്ന് സ്വയം മറന്ന അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ഞങ്ങൾക്ക് അങ്ങയെ തന്നെ നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏത് സാഹചര്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം അന്വേഷിക്കുവാനും വിവേചിച്ചറിയുവാനുമുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും
ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ഇരുളിൽ മരണത്തിൻ നിഴലിൽ കഴിയുന്നോർക്കു പ്രകാശമതാ മണ്ണിലുദിച്ചൊരു മിശിഹായെ വാഴ്ത്തി പാടി നമിച്ചിടാം. ജ്ഞാനികൾ തേടിയതുപോലെ തേടണമവനെ കണ്ടെത്താൻ. ഇടയാകട്ടെ കാലത്തിൽ അടയാളങ്ങൾ ദർശിക്കാം. നിങ്ങൾ ചെയ്യും നന്മകളെ കണ്ടു ജനങ്ങൾ മിശിഹായെ രക്ഷകനും തിരുനാഥനുമായി ഏറ്റു പറഞ്ഞു നമിക്കട്ടെ. നിങ്ങൾക്കും പ്രിയരേവർക്കും ലോകം മുഴുവനും അലിവോടെ ദൈവമനുഗ്രഹമരുളട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങിൽ നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്നറിഞ്ഞുകൂടാ.